എന്നിട്ട് പറയാണ്, സാത്താന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഇരട്ടി തീഷ്ണതയോടെ പാപികൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന തുടർന്നു. ആ ദുഷ്ടാരൂപി അരിശപ്പെട്ട് അലറി വിളിച്ചു പറഞ്ഞു, ഓ, നിന്റെ മേൽ എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ. ബാക്കി ഒരു കൂട്ടാണ്, ഇങ്ങനെ പൂരിപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഫൗസ്റ്റീനയോട് പറയണം, നിന്റെ മേൽ എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കളഞ്ഞേനെ, നശിപ്പിച്ച് കളഞ്ഞേനെ. അപ്പോൾ പിശാച് പ്രത്യക്ഷനായിട്ട് ഫൗസ്റ്റീനയോട് പറയുന്ന, നീ പ്രാർത്ഥിക്കണ്ട, നീ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അല്ലെ, മക്കള് വഴിതെറ്റുകയാണെങ്കിൽ, ജീവിത പങ്കാളി നശിച്ചു പോവുകയാണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട, അവർക്ക് വേണ്ടി ത്യാഗമൊന്നും എടുക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നതുണ്ടോ? അവൻ പ്രത്യക്ഷനായി പറഞ്ഞു, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. ഇങ്ങനെ ഒരു സ്വരം കേൾക്കുമ്പോൾ ഇത് ചിന്തിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ദൈവം പറയുന്നതായിട്ട് തോന്നിയല്ലേ, ഇത് ദൈവം പറയുന്നതായിട്ട് തോന്നും. പക്ഷേ ഫൗസ്റ്റീനായിക്കറിയാം ഇങ്ങനെ ഒരു സ്വരം ദൈവത്തിന്റെ അല്ലെന്ന്. അവൾ എന്ത് ചെയ്തു? അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഇരട്ടി തീഷ്ണതയോടെ പാപികൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന തുറന്നു. ആ ദുഷ്ടാരൂപി അരിശപ്പെട്ട് അലറി വിളിച്ചു പറഞ്ഞു, ഓ, നിന്റെ മേൽ എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാചിന് മനുഷ്യന്റെ ഉള്ളിൽ കഴിയാനായിട്ടാണ് ആഗ്രഹം. അതാണ് അത് പറഞ്ഞ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? എന്തിനാ ഞങ്ങളെ ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നത്? എത്ര സ്നേഹമാണ് പിശാചുക്കൾക്ക് മനുഷ്യരോട്, അല്ലെ? എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ ഇഷ്ടമാണ് മനുഷ്യരെ, എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യരെ. വീണ്ടും വചനത്തിൽ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 12:45. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ഏത് ഭവനം? ഇറങ്ങിപ്പോന്ന ഭവനം. ആരുടെ ഉള്ളിൽ നിന്നാണ് പിശാച് ഇറങ്ങിപ്പോകുന്നത്? പിശാചിന്റെ വീട് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഹൃദയം. ഹല്ലേലൂയ. ഇറങ്ങിപ്പോകുന്ന എന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇറങ്ങിപ്പോകുന്ന ആളുടെ അടുക്കിലേക്ക് ഞാൻ തിരിച്ചു പോകും. ഇത് വീണ്ടും പറയുന്നതാണ്. അപ്പോൾ അത് പുറത്തു ചെന്ന് ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട് കാണും. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ. എത്ര അവന്റെ ഉള്ളിൽ നിന്ന്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോയാലും പിശാച് നമ്മളോടുള്ള ഉപദ്രവവും അസൂയയും ഒക്കെ വിട്ടുപോകുമോ? അവൻ കുറച്ചുകൂടെ ശക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വചനം കേട്ടൊരു തീരുമാനമെടുത്തു, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പിശാച് നിങ്ങളോടുള്ള ആ സ്നേഹം ഉപേക്ഷിച്ച് പോവുമോ? പൂർവാധികം ശക്തിയോടുകൂടി നമ്മളെ ആക്രമിക്കും. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, പിശാചിന്റെ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞ വളരെയധികം ശക്തമായ ഉപദ്രവങ്ങളാണ്. വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിന്റെ അകത്ത് തന്നെ വായിക്കാം. എവുപ്രാസ്യാമ്മയുടെ പുസ്തകത്തിന്റെ അകത്ത് 164-ാമത്തെ പേജ്. എവുപ്രാസ്യാമ്മയുടെ പുസ്തകത്തിന്റെ അകത്തെ 164-ാമത്തെ പേജ്. പേജ് ഇങ്ങനെയാണ്. ഈ പിശാചുക്കൾ, ശ്രദ്ധിച്ച് കേൾക്കണം, പിശാചിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോ, ശ്രദ്ധിച്ച്. ഈ പിശാചുക്കൾ ഒരു ദിവസം രാത്രി 11 മണിക്ക് എന്റെ ദേഹം തീ പോലെ പൊള്ളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് കുളിക്കണ്ടേ? ദേഹം നല്ല ചൂടാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടാണ്, അല്ലെ? അപ്പൊ പിശാചിന് ഇതുപോലെ തന്നെ രാത്രിയിൽ 11 മണിക്ക് നല്ല തീ പോലെ എവുപ്രാസ്യാമ്മയുടെ ശരീരത്തെ മുഴുവൻ പൊള്ളിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കുളിക്കേണ്ടേ? കുളിക്കാതിരുന്ന് നിനക്ക് ഭ്രാന്തായി പോകും, അല്ലെ? കുളിക്കാതിന് ഉറക്കം വരുന്നില്ല, ഭ്രാന്തായി പോകും. അതെനിക്ക് ഓർമ്മയുണ്ട്. ആ ദിവസങ്ങളിൽ എനിക്ക് നല്ല ഓർമ്മക്കേടുണ്ടായിരുന്നു. പിതാവേ, അവർ എന്നെ പിടിച്ച് ഗോവണി ഇറക്കി. 2ാം നിലയിലാണ് എവുപ്രാസ്യാമ്മ. ഗോവണി ഇറക്കി. അതെനിക്ക് ഓർമ്മയില്ല. അവർ എന്നെ കൊല്ലുവാൻ വേണ്ടി കിണറ്റിലേക്കാണ് കൊണ്ടുപോയത്.
അപ്പൊ ഇങ്ങനെ യൗപ്രാസ്യാമ്മ ഈ ഗോവിണിയൊക്കെ ഇറങ്ങി കുളിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഈ ഗോവിണിയൊക്കെ ഇറങ്ങി വാതിലും തുറന്ന്, പണ്ടത്തെ മഠത്തില് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ല, കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ അവള് വെള്ളം കോരാൻ വേണ്ടി പാളെടുത്തിടുമ്പോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? കിണറ്റിൽ തള്ളിയിട്ട്. അപ്പോൾ കിണറ്റിലേക്കാണ് കൊണ്ടുപോയത്. പുറത്തേക്കുള്ള വാതിൽക്കൽ വെച്ച് അവർ ഓടിക്കളഞ്ഞു. ഈ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പിശാചുകൾ ഓടിപ്പോയി. കാരണം എന്താണ്? 12 വയസ്സുള്ള നല്ല പ്രകാശവും സൗന്ദര്യം നിറഞ്ഞ ഒരാൾ, ഉണ്ണീശോയാണ്, എന്റെ ദേരികയാണ്, വന്ന് എന്നെ പിടിച്ച്, നീ എങ്ങോട്ട് പോകുന്നു? നീ ഇപ്പോ കുളിക്കേണ്ട. ഹല്ലേലൂയ. പിശാചുകൾ നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ഇതിനൊരു അടയാളം കൂടെ കൊടുത്തു. ഇത് കൊല്ലാനാണ് എന്നുള്ളതിന് നിനക്കൊരു അടയാളം കൂടെ തരാം. അതായത് നാളെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശുക്കുട്ടി ഈ വാതിൽക്കൽ തന്നെ ചത്ത് കിടക്കുന്നത് കാണാനിടയാണ്. അതായത് ഫൗസ്റ്റീന ഇറങ്ങിയ ആ വാതിലിന്റെ അവിടെ തന്നെ പശുക്കുട്ടി ചത്ത് കിടക്കുന്നത് കാണാനിടയാകും എന്ന് പറഞ്ഞു. നിന്റെ ഗുരുത്തിയമ്മയോ സഹോദരങ്ങളോ വിളിച്ചാൽ അല്ലാതെ നീ താഴേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ സ്വരത്തിന് ഒരു പതർച്ച പോലെയാക്കി. പിറ്റേ ദിവസം രാവിലെ എത്തുമ്പോൾ പശുക്കുട്ടി ചത്ത് കിടക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പിശാചിന്റെ സ്വരമുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. ചില സ്ഥലങ്ങളില് പിശാചിന് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളില് പിശാചിന് സ്വാധീനമുള്ളതിന്റെ കാരണം ആ സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള തിന്മകളാണ്. ചില ഭവനങ്ങളിലെ പിശാചിന് സ്വാധീനമുണ്ട്. ഒരുപക്ഷെ ആ ഭവനത്തിൽ ഒരു മാരകമായ തിന്മ സംഭവിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളില് പിശാചിന് വളരെ ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ചില ഇടങ്ങളില് സ്ഥിരമായിട്ട് ആത്മഹത്യകൾ നടക്കാറുണ്ട്. ചില സ്ഥലങ്ങളില് സ്ഥിരമായിട്ട് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അതിന്റെ കാരണം ആ സ്ഥലത്ത് നടന്ന നിയന്ത്രിതമായ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള തിന്മകളിലൂടെ കടന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പൈശാചിക ശക്തി ഉള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥതയാണ്, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിന് അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിശാചിന് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹമില്ല. പിശാച് ഇറങ്ങിപ്പോകുമ്പോൾ ഉപദ്രവം വരുത്തും. പിശാച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് അപസ്മാരം ബാധിച്ച മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോ വചനം പറയും, യേശു പറഞ്ഞു, ജനങ്ങൾ ഓടിക്കൂടുന്നു, 9:25, ജനങ്ങൾ ഓടിക്കൂടുന്നു കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് ഇനി ഒരിക്കലും അവനിൽ എന്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട്, അത് പുറത്തു പോകുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? ശക്തിയായിട്ട് ഒറ്റ തള്ളിയിടലാണ്. പിന്നെ അലറി വിളിക്കുകയാണ്. ഇന്ന് തള്ളിയിടുകയും അലറി വിളിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താ? അവന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന അരിശമാണ്. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പശുക്കുട്ടി ചാകാൻ കാരണം? ഈ യൗപ്രാസ്യാമ്മേനെ ഉപദ്രവിക്കാൻ പറ്റാത്തതിന്റെ വൈരാഗ്യമാണ്. ചില കുടുംബങ്ങൾക്ക് ദൈവം സംരക്ഷണം നൽകും. ചില കുടുംബങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ പിശാച് ഒരുക്കി വെക്കുന്ന അപകടങ്ങൾ ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. മരണത്തിന് സംരക്ഷണം നൽകും, അപകടങ്ങൾ സംരക്ഷണം നൽകും, പ്രശ്നങ്ങളിൽ സംരക്ഷണം നൽകും. ഒരു പക്ഷേ അതിന്റെ അടയാളമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് പല മേഖലകളിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ. ഹല്ലേലൂയ. അല്ലെ, പശുവിന് പ്രശ്നങ്ങള്, വളർത്തുമൃഗങ്ങൾക്ക് പ്രശ്നങ്ങള്, വീടിന്റെ ചില കേടുപാടുകള്, ചില ഉപകരണങ്ങൾക്കൊക്കെ അസ്വസ്ഥതകൾ. അത് നമ്മൾ തിരിച്ചറിയണം. പിശാച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വളരെയധികം ഉപദ്രവം ഉണ്ടാക്കും. കാരണം അവന് ഒരു മനുഷ്യന്റെ ഉള്ളിലിരിക്കാൻ ആഗ്രഹമില്ല. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ഈ ലെഗിയോൻ ആവേശിച്ച മനുഷ്യരിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോയപ്പോൾ പന്നികളിൽ പ്രവേശിച്ചു. ഈ പന്നികളോട് ചെയ്യുന്ന ക്രൂരത എന്താണ്? 2000 പന്നികളെ മുഴുവനായിട്ട്
കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞു. ദേഷ്യമാണ്. പിശാചിന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവം, ദേഷ്യമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ദൈവിക സംരക്ഷണം പ്രാർത്ഥിക്കണം. നിങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ 91-ാമത്തെ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കണം. എഫേസ്യർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനം ചൊല്ലണം. മിഖായേൽ മാലാഖയോട് ജപം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സംരക്ഷണ വചനങ്ങൾ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പിശാചിന് അറിയാം മനുഷ്യനെ ഉപദ്രവിക്കേണ്ടത് എങ്ങനെയാണെന്ന്, മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണെന്ന്, മനുഷ്യനെ പീഡിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്, മനുഷ്യനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അല്ലെ, ഒരു നിമിഷം കൊണ്ട് തോന്നലുണ്ടാവുകയാണ്, പോയി മരിച്ചേക്കാം. ആ സമയത്തെ തോന്നലിനെ താലോലിച്ച് കൊണ്ടുപോയി മരിച്ചു കഴിയുമ്പോൾ ആര് നേടി ആത്മാവിനെ? പിശാച് നേടി. ഒരു നിമിഷത്തിലെ തോന്നൽ കൊണ്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച് ആ പിശാചിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി ചെയ്തു കഴിയുമ്പോൾ ആരുടെ തന്ത്രങ്ങളാണ് വിജയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തോന്നലുകൾ ഉണ്ടാകുമ്പോൾ വളരെ സമയം നിങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കണം. വളരെ സമയം ഇത് ദൈവത്തിന്റെ തോന്നലാണോ, പിശാച് തോന്നിപ്പിക്കുന്നതാണോ? അതുകൊണ്ടാണ് ഈ ആത്മാക്കളെ വിവേചിച്ചറിയാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ആത്മാക്കളും ദൈവത്തിൽ നല്ല വരുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 3:3 പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ ആത്മാക്കളെ വിശ്വസിക്കരുത്, ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് വിവേചിച്ചറിയാൻ കഴിയണം. ഹല്ലേലൂയ. പുകഴ്ത്തി പറയുന്ന അടിമ പെൺകുട്ടി ഇവര് ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇവളിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ഇവളുടെ ഉള്ളിലിരിക്കുന്ന ആരാണ്? പിശാചാണ്. നമ്മളെ പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പാരിതോഷികങ്ങളും പ്രോത്സാഹനം നൽകുന്ന എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ സാംസനെ വശീകരിച്ച് സ്നേഹം നടിക്കുന്ന ദലീല. നോക്കിക്കേ, ഓരോ പ്രാവശ്യവും സാംസനോട് പറയാം, സാംസ, നിന്റെ ഈ ശക്തിയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? നിനക്ക് ഈ അജേയമായ ശക്തിയൊക്കെ ആരാണ് തന്നത്? നിന്നെ എങ്ങനെ കീഴ്പ്പെടുത്താം? അവളുടെ സ്നേഹവും അവളുടെ അടുത്തുള്ള സ്വാധീനവും കാണുമ്പോൾ സാംസൺ വിശ്വസിക്കുകയാണ്. ഇവള് പറയുന്നത്, ഇവൾ ആത്മാർത്ഥമായിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷേ സാംസന് മനസ്സിലായില്ല അവളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അനേകരിലൂടെ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ ആത്മാവായിരിക്കണമെന്നൊന്നുമില്ല, ദൈവത്തിന്റെ അഭിഷേകമായിരിക്കണമെന്നൊന്നുമില്ല. അത് നമ്മൾ വിവേചിച്ചറിയണം. അതുകൊണ്ടാണ് ഈശോ മിശിഹ പീഡാനുഭവത്തെ കുറിച്ച് പറയുകയാണ്, ഞാൻ ജെറുസലേമിൽ പോകുമ്പോൾ അവിടെ വെച്ച് യഹൂദരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ പീഡിപ്പിക്കും, കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഉടനെ ശിമിയോൻ പത്രോസ് ഒരു കാര്യം പറയും, കർത്താവേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കണം. അതിന്റെ അർത്ഥം ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് സംഭവിക്കുക. ഈശോ പറഞ്ഞെന്താണ്? സാത്താനെ, അല്ലെ, സാത്താനെ, നിന്റെ ചിന്ത ദൈവികമല്ല. കർത്താവിനറിയാം ആ സമയത്ത് ഈശോയെ ആശ്വസിപ്പിക്കാൻ വന്ന ശിമിയോൻ പത്രോസിന്റെ ഉള്ളിലിരിക്കുന്ന ആരാണ്? പിശാചാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളില് കടന്നു വരുന്ന അരൂപി ഏതാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുപോയാലും അവൻ വീണ്ടും പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കും. അതാണ് ഈ പിശാച് ബാധിച്ച് ഒരു കാലത്തോളം പിശാചിന് അടിമയായ ഈ മഗ്ദലന മറിയത്തിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെ, മഗ്ദലന മറിയത്തിന്റെ ഉള്ളിൽ നിന്നാണ് 7 പിശാചുക്കൾ പുറത്തു പോയത്. 7 പിശാചുക്കൾ അവളുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് അങ്ങനെയാണ്. പിശാച് പുറത്തു. ലൂക്കാ 4:41 കൃത്യമായിട്ട് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം എടുക്കാമോ? ലൂക്കായുടെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായം 41-ാമത്തെ ലൂക്കാ 4:41. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. പിശാച് വിട്ടുപോകുന്ന ഒരു മേഖലയുണ്ട്. നേരത്തെ പറഞ്ഞു പിശാച് പ്രവേശിക്കുന്ന മേഖലയുണ്ട്, വിട്ടുപോകുന്ന ഒരു മേഖലയുണ്ട്. പിശാച് വിട്ടുപോകുന്നത് എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ സ്ഥിരമായിട്ട് വചനം വായിച്ചുകൊണ്ട്, നമ്മൾ വിശുദ്ധിയോടെ കുർബാന സംബന്ധിച്ച് സ്ഥിരമായിട്ട് ജപമാല ചൊല്ലി
ആത്മീയ മേഖലയിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ചാണ് പിശാച് വിട്ടുപോകുന്നത്. ഹല്ലേലൂയ. അല്ലാതെ യേശു വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന്, അതായത് അനേകരുടെ ഉള്ളിൽ നിന്ന് നീ ദൈവപുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ പിശാച് വിട്ടുപോയി. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പിശാച് വിട്ടുപോകണമെങ്കിൽ, പൈശാചിക ശക്തികൾ വിട്ടുപോകണമെങ്കിൽ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നമ്മൾ ആഗ്രഹിക്കണം പിശാച് വിട്ടുപോകണമെന്ന്. പിശാച് വിട്ടുപോകാനായിട്ട് പൈശാചിക സ്വാധീനമുള്ള ഒരു വ്യക്തി ആഗ്രഹിക്കണം. നമുക്ക് അസൂയയുണ്ട്, നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ട്, നമുക്ക് നിരാശയുണ്ട്, ചില തഴക്കദോഷങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അടിമപ്പെടുന്ന ചില പാപമേഖലകളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തികൾ വിട്ടുപോകണമെങ്കിൽ ആദ്യം നമ്മൾ ആഗ്രഹിക്കണം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ മാമോദീസായുടെ സമയത്ത് കൊച്ചിന് വേണ്ടി തലതൊട്ടത്തിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്ക് പിശാച് വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? അല്ലെ ഇത് കുറച്ചു നാളും കൂടി ഇരിക്കട്ടെ, അല്ലെ ഇച്ചിരി കുടിയൊക്കെ കുറച്ചു നാളും കൂടി ഇരിക്കട്ടെ, അവളോടുള്ള വെറുപ്പ് കുറച്ചു നാളും കൂടി ഇരിക്കട്ടെ, അസൂയൊക്കെ കുറച്ചങ്ങോട്ട് ഇരിക്കട്ടെ, ദേഷ്യമൊക്കെ കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇങ്ങനെ മനസ്സിൽ തീരുമാനമെടുത്താൽ പിശാച് വിട്ടുപോകുമോ? ഇല്ല. പിശാച് വിട്ടുപോകണമെങ്കിൽ ആദ്യം പിശാച് വിട്ടുപോകാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. പിശാച് വിട്ടുപോകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിലേ പിശാച് വിട്ടുപോകൂ. രണ്ടാമത്, നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവവും ആഗ്രഹിക്കണം. ദൈവം ഒരാത്മാവ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണം. രണ്ടാമത്തതാണ്, ദൈവം ആഗ്രഹിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, ദൈവം ആഗ്രഹിച്ചില്ലെങ്കിലും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കണം. രക്ഷപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കണം. ദൈവത്തിന്റെ പദ്ധതികൾ നടക്കണം. മൂന്നാമത്തത് ശക്തമായ പ്രാർത്ഥന. അല്ലെ, നമ്മളിവിടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും. 72 പേരും പറഞ്ഞു, നിന്റെ നാമം പറഞ്ഞപ്പോൾ തന്നെ പിശാച് വിട്ടുപോയി. ശക്തമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് ബൈബിളില് പത്രോസ് കാലാഗ്രഹത്തിൽ കിടക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിലാണ്. ഈ പത്രോസ് കാരാഗ്രഹത്തിൽ കടന്ന സമയത്ത് ഈ ബാക്കി ശിഷ്യന്മാരും ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ മർക്കോസിന്റെ ഭവനത്തിൽ ചെന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാരാഗ്രഹത്തിൽ ഒരു അത്ഭുതം നടന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ പത്രോസ് പോകുന്ന എവിടേക്കാണെന്നറിയോ? ഈ പ്രാർത്ഥിച്ച സ്ഥലത്തേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പൈശാചിക ബന്ധനത്തിലാണെങ്കിൽ ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു പ്രദേശത്ത്, നമ്മുടെ കുടുംബങ്ങളില് ഏതെങ്കിലും തിന്മയുടെ സ്വാധീനത്തിലാണെങ്കിൽ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അമ്മച്ചി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി തന്നെയാണ്. അമ്മച്ചി പറഞ്ഞു, അച്ഛാ, എന്റെ ഭർത്താവ് 70 വയസ്സുണ്ട്, വളരെ ശക്തമായ പൈശാചിക ബന്ധനമാണ് അച്ഛാ. ഒന്ന് പറഞ്ഞാൽ തെറി ചീത്ത തല്ലാൻ വരും. അച്ഛ കൈക്ക് ഞാനൊരു പാട്ട് പാടി അച്ഛ. അത് അമ്മച്ചി പാട്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞ പാടാം, അച്ഛനിവിടെ പാടാറില്ലേ? അന്ധകാരങ്ങളെ, ആധിപത്യങ്ങളെ, സാത്താനെ ദൂരെ പോവുക യേശുവിൻ നാമത്തിൽ. ഞാൻ കണ്ടു തള്ളിപ്പോയി. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാട്ട് എന്റെ അറിയാവുന്ന വിധത്തില് ഒപ്പിച്ചങ്ങ് പാടിയച്ചാണ്. പിന്നെ അയാൾ മിണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പിശാച് വിട്ടുപോകണമെങ്കിൽ ഒന്നാമത്തത് നമ്മൾ ആഗ്രഹിക്കണം, രണ്ടാമത്തത് ദൈവം ആഗ്രഹിക്കണം, മൂന്നാമത്തത് ശക്തമായ പ്രാർത്ഥന വേണം, നാലാമത്തത് ഒരു ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം. ഇത് വൈദികരായിരിക്കും, ഡെലിവറി ശുശ്രൂഷ ചെയ്യുന്ന ആളുണ്ടായിരിക്കും. ഈ 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തുള്ള പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഇത് നമ്മൾ ആഗ്രഹിക്കണം. രണ്ടാമത് ദൈവം ആഗ്രഹിക്കണം. മൂന്നാമത് കൂട്ടായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നാലാമത്തത് ദൈവം പ്രവർത്തിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ സംഭവിക്കും. ഹല്ലേലൂയ.